സ്റ്റുഡൻസ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ്റെ 22ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് പേ ബാക്ക് പീരീഡ് ഓഫ് ദി പ്രോജക്റ്റ് എക്സ് ആൻഡ് പ്രോജക്റ്റ് വൈ. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. എന്നിട്ട് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരൊറ്റ ക്യാഷ് ഇൻഫ്ലോയേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാമായിരുന്നു. പേ ബാക്ക് പീരീഡിൻ്റെ ഇക്വേഷൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് 1, 2, 3, 4, 5 വർഷത്തെ ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ടേബിൾ ഫോം ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്, പ്രോജക്റ്റ് എക്സിൻ്റെയും പ്രോജക്റ്റ് വൈയുടെയും പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കണം. അതാത് ക്യാഷ് ഇൻഫ്ലോ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രോജക്റ്റ് എക്സിൻ്റെ ഇതാണ്. ഇയർ, ക്യാഷ് ഇൻഫ്ലോ, ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എന്നുള്ള ടേബിൾ ഫോം ചെയ്യണം. ഇവിടെ ക്യാഷ് ഇൻഫ്ലോ 5 എണ്ണം തന്നതുകൊണ്ട് ഇയർ 1, 2, 3, 4, 5 ആണ്. ക്യാഷ് ഇൻഫ്ലോ ഓർഡറിൽ തന്നെ താഴോട്ട് എഴുതുക. 40,000, 50,000, 60,000, 50,000, 20,000. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ വർഷം നമുക്ക് എത്ര രൂപ കിട്ടി? 40,000 രൂപയാണ് കിട്ടിയത്. ഇനി അതുകൊണ്ട് ആദ്യത്തെ വർഷത്തിന് നേരെ 40,000 തന്നെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എഴുതുക. രണ്ടാമത്തെ വർഷം എടുക്കുമ്പോൾ ആദ്യ 2 വർഷങ്ങളിൽ നമുക്ക് മൊത്തം എത്ര രൂപ കിട്ടിയെന്നാണ് എഴുതേണ്ടത്. 40,000 രൂപ ഒന്നാമത്തെ വർഷം കിട്ടി, 50,000 രൂപ രണ്ടാമത്തെ വർഷവും കിട്ടി. അപ്പോൾ മൊത്തം നമുക്ക് 2 വർഷം കൊണ്ട് 90,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 90,000 വന്നത് എങ്ങനെയാണ്? 40,000 പ്ലസ് 50,000 ചെയ്യുമ്പോഴാണ് 90,000 വരുന്നത്. മൂന്നാമത്തെ വർഷം 60,000 രൂപ കിട്ടി. അങ്ങനെ 3 വർഷത്തിലായിട്ട് 90,000 പ്ലസ് 60,000 ചെയ്യുമ്പോൾ 1,50,000 രൂപ മൊത്തം 3 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ക്യാഷ് ഇൻഫ്ലോസ് കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 1,50,000. അതായത് 40,000 പ്ലസ് 50,000 പ്ലസ് 60,000 മൊത്തം 1,50,000 രൂപ 3 വർഷം കൊണ്ട് നമുക്ക് കിട്ടി. നാലാമത്തെ വർഷം നോക്കിക്കേ, 50,000 രൂപ കൂടി കിട്ടി. അങ്ങനെ നമുക്ക് 1,50,000 കൂടെ 50,000 കൂടി കൂട്ടുമ്പോൾ മൊത്തം 2,00,000 രൂപ 4 വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അഞ്ചാമത്തെ വർഷം നോക്കിക്കേ, 20,000 രൂപയും കൂടി കിട്ടും. അങ്ങനെ മൊത്തം 22,000 രൂപ നമുക്ക് 5 വർഷത്തിലായി കിട്ടുന്നതാണ്. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കൂട്ടിക്കൂട്ടി എഴുതുന്നതാണ്. ആദ്യം ഈ ഒരു ടേബിൾ ഫോം ചെയ്യുക. അതിനുശേഷം നോക്കേണ്ടത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് നോക്കണം. ഇവിടെ പ്രോജക്റ്റ് എക്സിൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakh ആണ്. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 4ാമത്തെ വർഷം 2 lakh rupees കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 4 ഇയറാണ് പേ ബാക്ക് പീരീഡ് വരുന്നത്. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയിലാണ് നോക്കേണ്ടത്. 20,000 എവിടെയാണോ വരുന്നതെന്ന് നോക്കണം. നോക്കുമ്പോൾ 4ാമത്തെ വർഷമാണ് വരുന്നത്. അപ്പോൾ പേ ബാക്ക് പീരീഡ് 4 വർഷമാണ്. 4 വർഷം കൊണ്ട് നമുക്ക് 20,000 രൂപ തിരിച്ചു കിട്ടുന്നു. ഇനി ഇതുപോലെ തന്നെ പ്രോജക്റ്റ് വൈയുടെയും ടേബിൾ ഫോം ചെയ്യണം. 5 വർഷമാണ് നമുക്ക് ഇൻഫ്ലോ ഉള്ളത്. അതുകൊണ്ട് 5 വർഷം ഇയർ എഴുതുക. ക്യാഷ് ഇൻഫ്ലോ അതായത് ഇയറിന് നേരെ ക്യാഷ് ഇൻഫ്ലോ ഓർഡറിൽ തന്നെ എഴുതുക. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കുക. കൂട്ടിക്കൂട്ടി എഴുതിയാൽ മതി. 80,000 ആദ്യം എഴുതുക. 80,000 പ്ലസ് 1,00,000 ആണ്. 1,80,000. 1,80,000 പ്ലസ് 80,000 2,60,000 വരുന്നു. പിന്നെ 2,60,000 പ്ലസ് 50,000 3,10,000 വരുന്നു. 3,10,000 പ്ലസ് 40,000 3,50,000 രൂപ മൊത്തം നമുക്ക് കിട്ടുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് വൈയുടെ 2,20,000 ആണ്. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയിൽ നോക്കുക. 2,20,000 ഉണ്ടോ എന്ന് നോക്കുക. കൃത്യമായിട്ട് 2,20,000 വരുന്നില്ല. അതുകൊണ്ട് നോക്കേണ്ടത് ഏതൊക്കെ സംഖ്യകൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയിൽ
ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് ഈ 2,20,000 വരുന്നത് എന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, 2നും 3നും, രണ്ടാമത്തെ ഇയറിനും മൂന്നാമത്തെ ഇയറിനും ഇടയിലാണ് 2,20,000 രൂപ വരുന്നത്. അതുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് എഴുതാം, രണ്ടാമത്തെ ഇയറിനും മൂന്നാമത്തെ ഇയറിനും ഇടയിലാണ് പേ ബാക്ക് പീരീഡ് വരുന്നത്. ഇനി ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യണം. പേ ബാക്ക് പീരീഡ് ഓഫ് പ്രോജക്റ്റ് വൈ ഈക്വൽ ടു 2 ഇയർ പ്ലസ്. നമുക്കറിയാം 2 വർഷം എന്താണെങ്കിലും വേണം. രണ്ടാമത്തെ വർഷം നമുക്ക് 1,80,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ 2 വർഷം കൊണ്ട് നമ്മുടെ പൈസ തിരിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് 2 ഇയർ എന്താണെങ്കിലും വേണം. അതുകൊണ്ട് 2 ഇയർ പ്ലസ് എന്ന് എഴുതുക. ഇനി എത്ര മാസവും കൂടി വേണം എന്നറിയുന്നതിനായിട്ട് എത്ര രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്? 2,20,000 രൂപയാണ് കിട്ടേണ്ടത്. ഇനി നോക്കേണ്ടത് ഈ 2 ഇയറും കൊണ്ട് നമുക്ക് എത്ര രൂപ മൊത്തം കിട്ടിയിട്ടുണ്ട്, ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എത്ര രൂപ രണ്ടാമത്തെ വർഷം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. 1,80,000 രൂപ വരെ 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി വേണ്ടത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. 40,000 രൂപ കൂടി നമുക്ക് ഇനി വേണം. എങ്ങനെ അറിയുന്നത്? 2,20,000 മൈനസ് 1,80,000. അപ്പോൾ 40,000 രൂപ കൂടി നമുക്കിനി കിട്ടിയാലേ പേ ബാക്ക് പീരീഡ് ആവുകയുള്ളൂ. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ രണ്ടാമത്തെ വർഷമാണ് കുറയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് 40,000 രൂപയാവുന്നു. ഡിവൈഡഡ് ബൈ 80,000 രൂപ. അത് മൂന്നാമത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോയാണ് പരിഗണിക്കേണ്ടത്. കാരണം മൂന്നാമത്തെ വർഷമാണ് ഈ 40,000 രൂപ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോയും ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഇയർ പ്ലസ് 0.5 ഇയർ എന്ന് കിട്ടുന്നു. അങ്ങനെ 2.5 ഇയർ എന്ന് വരുന്നു. ഇതിനർത്ഥം 2 ഇയറും 5 മന്ത് എന്നും അല്ല. 0.5 മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 12 × 0.5 ചെയ്യുക. അപ്പോൾ വരുന്നത് 6 മാസമാണ്. അപ്പോൾ 2 വർഷവും 6 മാസവും കൊണ്ട് നമുക്ക് ഈ മുടക്കിയ പൈസ തിരിച്ചു കിട്ടുന്നു. അടുത്തതായിട്ട് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കുറേ അസറ്റും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ എഴുതുക. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. ഇനി നോക്കേണ്ടത് ഏതൊക്കെ കറണ്ട് അസറ്റാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്നാണ്. ടോട്ടൽ കറണ്ട് അസറ്റ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് ക്യാഷ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഡെപ്റ്റേഴ്സ്, ക്യാഷ്, സ്റ്റോക്ക്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. അത്രയും കറണ്ട് അസറ്റാണ്. അതിൻ്റെ എമൗണ്ട് കൂട്ടുമ്പോൾ നമുക്ക് 60,000 രൂപ കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ കറണ്ട് അസറ്റ് 60,000 ആണ്. ഇനി ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. ടാക്സ് പ്ലസ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ഡിവിഡൻഡ് പ്ലസ് ഷോർട്ട് ടൈം ലോണ്. അങ്ങനെ നമുക്ക് 22,500 രൂപ കിട്ടുന്നു. കറണ്ട് ലയബിലിറ്റി 22,500 ആണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ആയതുകൊണ്ട് തന്നെ 60,000 രൂപ നമ്മൾ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെ നമുക്ക് 37,500 രൂപ കിട്ടുന്നു. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കാണണമെങ്കിൽ നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തിരിച്ചറിയേണ്ടതുണ്ട്. കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റെസീവബിൾ, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇതൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ള കറണ്ട് അസറ്റ്. കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ ടാക്സ് പേയബിൾ, ഡിവിഡൻഡ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടൈം ലോണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ള കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എഴുതാനാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 6 പോയിൻ്റെങ്കിലും എഴുതേണ്ടതാണ്. കോമൺ സെയിൽ.
Being an artificial person, company cannot sign the document. Putting the common seal on papers is equivalent to that of signature. കമ്പനിയുടെ സിഗ്നേച്ചറാണ് സീൽ എന്ന് പറയുന്നത്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് സീൽ ആവശ്യമാണ് കമ്പനിയുടെ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനായിട്ട്. ലിമിറ്റഡ് ലയബിലിറ്റി. The liability of shareholder of a company is normally limited to the amount of shares held or guarantee given by them. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓണർ ഷെയർ ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അടുത്ത പോയിന്റ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ദി ഷെയർസ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ദി പ്രൈവറ്റ് കമ്പനീസ് ഡു നോട്ട് ഇമ്പോസ് ദി സം റെസ്ട്രിക്ഷൻസ് ഓൺ ദി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഷെയർ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് പോയിൻ്റ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ അത്രത്തോളം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ചില തടസ്സങ്ങളൊക്കെ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഈടാക്കാറുണ്ട്. നാലാമത്തെ പോയിൻ്റാണ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. Separation of ownership from the management exists in joint stock company. Shareholders are the owners of the company. Board of directors are manage the activities of the company. നമുക്കറിയാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓണർ ഷെയർ ഹോൾഡറും മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമാണ്. അടുത്ത പോയിൻ്റ്, കമ്പൽസറി രജിസ്ട്രേഷൻ. ദി രജിസ്ട്രേഷൻ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് കമ്പൽസറി അണ്ടർ ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് വഴി രജിസ്റ്റർ ചെയ്യണം എന്നത് നിർബന്ധമാണ്. അടുത്ത പോയിൻ്റ്, പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ സക്സഷൻ മീൻസ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ദി ഓണേഴ്സ് ഓഫ് ദി കമ്പനി മേ ചേഞ്ച് ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഹൗവർ ദി ബിസിനസ് വിൽ കണ്ടിന്യൂ ടിൽ വൈൻഡിങ് അപ്പ്. ഓണേഴ്സ് ഷെയർ ട്രാൻസ്ഫർ ചെയ്താൽ പോലും കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടുപോവുകയാണ്. ഓണറിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും കമ്പനിക്ക് നിലനിൽപ്പിന് ഒരു പ്രശ്നവും വരുന്നില്ല. അതാണ് പെർപെച്വൽ സക്സഷൻ, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. വൈൻഡിങ് അപ്പ് വരെ കമ്പനി തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 6 ഇൻഫർമേഷൻ ടു ബി ഇൻക്ലൂഡഡ് ഇൻ പ്രോജക്റ്റ് റിപ്പോർട്ട്. 1 ജനറൽ ഇൻഫർമേഷൻ, ബയോഡേറ്റ ഓഫ് ദി പ്രൊമോട്ടർ, ഇൻഡസ്ട്രിയൽ പ്രൊഫൈൽ. 2 പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ. 3 മാർക്കറ്റ് പൊട്ടൻഷ്യൽ. 4 ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ്. 5 വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. 6 എക്കണോമിക് ആൻഡ് സോഷ്യൽ വേരിയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാഷ്, റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽസ്, ഡെപ്റ്റേഴ്സ്. ഒന്നുകൂടി നോക്കിയേ, ക്യാഷ്, റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽ, ഡെപ്റ്റേഴ്സ്, പിന്നെയും ക്യാഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഓൺട്രപ്രണീറിയൽ ഓപ്പർച്യൂണിറ്റി. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ എഴുതണം. ഞാൻ എഴുതാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതി തന്നെ ആൻസർ ചെയ്യണം. ഓൺട്രപ്രണീറിയൽ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് ഇൻട്രൊഡക്ഷൻ എഴുതണം. അതിനുശേഷം പോയിൻ്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നാമത്തേത്, നോളജ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമർ നീഡ്സ്. ഇറ്റ് ക്യാൻ ബി നോൺ ത്രൂ കസ്റ്റമർ ഫീഡ്ബാക്ക് അബൌട്ട് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് they have been using and would want to use in future. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് നിർമ്മിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു. 2 വാച്ചിങ് എമർജിങ് ട്രെൻഡ് വാച്ച് ചെയ്യുന്നത് വഴി നമുക്ക് ഓൺട്രപ്രണീറിയൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ സോഷ്യൽ, ലീഗൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ ആസ്പെക്ട് വിൽ ക്രിയേറ്റ് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. മൂന്നാമത്തെ പോയിൻ്റ്, ഇന്നൊവേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രിയേറ്റിംഗ് ന്യൂ തിങ്സ് ഓഫ് ദി വാല്യൂ ആസ് വെൽ ആസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് പ്രോസസ് ദാറ്റ് ആഡ് വാല്യൂ ടു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഓർ സർവീസ്. നമുക്കറിയാം, പുതുമയിലൂടെയും ക്രിയേറ്റിവിറ്റിയിലൂടെയും ഒക്കെ നമുക്ക് ഓൺട്രപ്രണീറിയൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. നാലാമത്തെ പോയിൻ്റ്, സക്സസ് സ്റ്റോറീസ് ഓഫ് നോൺ ഓൺട്രപ്രണേഴ്സ്. ഐഡിയ ജനറേറ്റഡ് ഫ്രം സക്സസ് സ്റ്റോറീസ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ലീഡ്സ് ടു ക്രിയേറ്റ് ന്യൂ ബിസിനസ്. വിജയമായിട്ടുള്ള സംരംഭകരുടെ കഥകളിൽ നിന്ന് നമുക്ക് ഓൺട്രപ്രണീറിയൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു. 5 സ്റ്റഡിയിങ് ഗവൺമെൻറ് പ്രൊമോഷണൽ സ്കീംസ് ആൻഡ് ഫെസിലിറ്റീസ് ഓഫേർഡ് ടു റൺ സം സ്പെസിഫിക് ബിസിനസ് എൻ്റർപ്രൈസസ്.
Studying government promotional schemes provide useful points towards the business opportunities. ആറാമത്തെ പോയിന്റ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് അറ്റ് ചീപ്പർ റേറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ലോക്കൽ റിസോഴ്സ് ആൻഡ് സ്കിൽസ് ഈസ് ഹെൽപ്ഫുൾ ഐഡൻറ്റിഫയിങ് ഓൺടർപ്രണീറിയൽ ഓപ്പർച്യൂണിറ്റീസ്. അസംസ്കൃത വസ്തുക്കളുടെ കുറഞ്ഞ ചിലവിലുള്ള ഉറവിടം കണ്ടെത്തുന്നത് വഴി നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു. അടുത്ത പോയിന്റ് ബിസിനസ് മാഗസീൻസ്, ട്രേഡ് ഫെയർ എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ പെസ്റ്റൽ മോഡലാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ എഴുതണം. ഓൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ് ഈസ് കോൾഡ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ്സിനെ ബാധിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങളെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെ മൈക്രോ എൻവയോൺമെൻറ്റ് എന്നും മാക്രോ എൻവയോൺമെൻറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. മാക്രോ എൻവയോൺമെൻറ്റിനെയാണ് പെസ്റ്റൽ മോഡൽ എന്ന് പറയുന്നത്. മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഇൻ്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, ജനറൽ പബ്ലിക് ആണ്. പെസ്റ്റൽ മോഡൽ. Macro environment summarized by Pestel model. It is an analysis of political, economical, social, technological, ecological and legal factors in the external environment of the organization which can affect the activities and performance. മാക്രോ എൻവയോൺമെൻറ്റ് പെസ്റ്റൽ എന്താണ് എന്ന് എക്സ്പാൻഡ് ചെയ്യുക. പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എക്കോളജിക്കൽ, ലീഗൽ. ഇനി പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് എഴുതുക. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് political parties, ideology, taxation policy, government stability, foreign trade regulation, role of public sector etc. affecting business is called political environment. പഠിക്കാൻ പറ്റുന്ന 3 ഫാക്ടേഴ്സ് എങ്കിലും പഠിക്കുക. പൊളിറ്റിക്കൽ പാർട്ടീസ്, ഐഡിയോളജി, ടാക്സേഷൻ പോളിസി, ഗവൺമെൻറ് സ്റ്റെബിലിറ്റി അത്രയും പറഞ്ഞിട്ട് എക്സെട്ര കൊടുത്തിട്ട് അഫക്റ്റിംഗ് ബിസിനസ് ഈസ് കോൾഡ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് എഴുതിയാലും മതി. Economical environment, economic factors like interest rate, inflation, business cycle, unemployment, possible income, economic policies etc. affecting business operation is called economic environment. Social environment എന്ന് പറയുന്നത് social factors includes level of education, population, taste and habit, customs and tradition, consumerism, attitude of work etc. affecting business is called social environment. Technological environment. Technological factors like government spending on research, new discoveries and development, technical effort and speed of technology affecting business is called a technological environment. The ecological environment ആണ്. Ecological factors considered to the ways in which the organization produce its goods and service with minimum environment damage. Control pollution and protect environment is the social responsibility of business. Legal environment. Legal factors like taxation, employment laws, monopoly legislation and environment protection laws affecting business is called legal environment. NPV കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. NPV എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് നോക്കണം, സ്ക്രാപ്പ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കണം, പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് എത്ര വർഷമാണ് എന്ന് നോക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. NPV ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൊജക്റ്റ് എയുടെ നമുക്ക് നോക്കാം. ആദ്യം ടേബിൾ ഫോം ചെയ്യണം. ഇയർ, ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അത്രയും ഉള്ള ടേബിളാണ് ഫോം ചെയ്യേണ്ടത്. ഇതിൽ ഇയർ, ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തരുന്നതാണ്. എടുത്തെഴുതിയാൽ മാത്രം മതി. എത്ര വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത്രയും ഇയർ എഴുതണം. ഇവിടെ 5 വർഷത്തെയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇയർ 1 2 3 4 5 എഴുതുക. ക്യാഷ് ഇൻഫ്ലോ ക്രമത്തിൽ തന്നെ താഴോട്ട് എഴുതുക. അവസാനം സ്ക്രാപ്പ് വാല്യൂ ഉള്ളത് കൊണ്ട് അത് ലാസ്റ്റ് ഇയറിൽ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ 2000 5-ാമത്തെ വർഷം ആഡ് ചെയ്തിരിക്കുന്നത്. സ്ക്രാപ്പ് വാല്യൂ ആണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ അവസാനം നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടാണ്. അത് 2000 രൂപ നമുക്ക് അവസാനം ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് 5-ാമത്തെ വർഷത്തിൽ സ്ക്രാപ്പ് വാല്യൂയും കൂടി എഴുതണം. ഇപ്പോൾ പിന്നെ എഴുതേണ്ടത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ്. തന്നിട്ടുണ്ട് പോയിൻ്റിട്ട ആ സംഖ്യയാണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. 0.909, 0.826, 0.751, 0.683, 0.621 ഇതും ക്രമത്തിൽ തന്നെ താഴോട്ട് എഴുതുക. ഇത്രയും ക്വസ്റ്റ്യനിലുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ക്യാഷ് ഇൻഫ്ലോയെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട്
ഇൻറ്റു ചെയ്യണം, ഗുണിക്കണം. അങ്ങനെ നമുക്ക് PVF ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നു. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ 80,000-നെ 0.909 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 72,720 രൂപ കിട്ടുന്നു. അങ്ങനെ 5 വർഷത്തെയും ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അതിനുശേഷം ഫുള്ള് ടോട്ടൽ ചെയ്യുക. PVF ക്യാഷ് ഇൻഫ്ലോ ടോട്ടൽ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ്. അത് 1,86,472 രൂപയാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പ്രോജക്റ്റ് എ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ആദ്യം നമ്മൾ ടേബിൾ ഫോം ചെയ്യുന്നു, അതിനുശേഷം ഇയർ ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എടുത്തെഴുതുന്നു, ക്യാഷ് ഇൻഫ്ലോയെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്തെഴുതുന്നു, ഇൻറ്റു ചെയ്യുക, അതിനുശേഷം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തതിന് ശേഷം കിട്ടിയ ഉത്തരത്തിൽ നിന്ന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. സ്റ്റെപ്പ് ഒന്നുകൂടി ഓർക്കുക. ഇയർ എഴുതുക, ക്യാഷ് ഇൻഫ്ലോ എഴുതുക, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇത്രയും ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതുക. അതിനുശേഷം ക്യാഷ് ഇൻഫ്ലോയെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ PVF ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നു. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ചെയ്യുക. കിട്ടിയ ഉത്തരത്തിൽ നിന്ന് വേണം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, അല്ലെങ്കിൽ പ്രോജക്റ്റ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, അത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. പ്രോജക്റ്റ് ബിയും ഇതുപോലെ തന്നെ എഴുതുക. ഇയർ ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എടുത്തെഴുതുക. PVF ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാനായിട്ട് ക്യാഷ് ഇൻഫ്ലോയെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തതിന് ശേഷം 5 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കിട്ടിയ ഉത്തരത്തിൽ നിന്ന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ പ്രോജക്റ്റ് കോസ്റ്റ് മൈനസ് ചെയ്യുക. അതിനെയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പ്രോജക്റ്റ് ബി കിട്ടുന്നതായിരിക്കും. ഇവിടെ ഉത്തരത്തിൽ പ്രോജക്റ്റ് എയുടെ പോസിറ്റീവ് NPV ആയതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യുന്നു.